പല ആളുകളും പലപ്പോഴും പറയാറുണ്ട്, എല്ലാവരും പറയുന്നത് ഒന്നാണ്, എല്ലാ ആളുകളും സംസാരിക്കുന്നത് ഒന്നാണ്, എല്ലാവരും പറയുന്നു ഖുർആനും സുന്നത്തും യഥാർത്ഥ രൂപത്തിൽ പിന്തുടരുന്ന ആളുകൾ ഞങ്ങളാണ്. ഈ സമയത്ത് എങ്ങനെയാണ് സത്യം കണ്ടെത്തുക എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഒരു സംശയത്തിലായിക്കൊണ്ട് നമ്മളെ വിട്ടേച്ചു പോയിട്ടില്ല എന്നുള്ളതാണ്. സത്യവും ബാത്തിലും മനസ്സിലാകാത്ത രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഇട്ടേച്ചു പോയിട്ടില്ല. വളരെ കൃത്യമായി കൊണ്ട് യഥാർത്ഥ ദീൻ എന്താണ്, യഥാർത്ഥ സത്യം എന്താണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ അവിടുന്ന് പറഞ്ഞത്, തറക്തുകും അലൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, ഞാനിതാ നിങ്ങളെ ഒരു വെളുത്തൊരു മാർഗത്തിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. അതിന്റെ രാത്രി എന്ന് പറയുന്നത് പകലിനെ പോലെ വെളിച്ചമുള്ളതാണ്. അതായത് അത്രത്തോളം വ്യക്തമാണ് സത്യമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു നൽകുകയാണ്. അങ്ങനെ ഇരിക്കെ ഇത്രത്തോളം അഭിപ്രായ ഭിന്നതകളും ഒരുപാട് വിഭാഗങ്ങളും ഇസ്ലാമിന്റെ പേരിൽ ഇന്നത്തെ കാലത്ത് നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സത്യം മനസ്സിലാക്കുക? അതും വളരെ കൃത്യമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ കൂടെ നമസ്കരിക്കുകയാണ്. ആ നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർക്ക് വലിയൊരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗം കേട്ടതോടെ സഹാബത്തിന്റെ കണ്ണുനീരെല്ലാം പൊട്ടിയൊഴുകുകയാണ്. അതേപോലെ തന്നെ അവരുടെ ഹൃദയങ്ങളെല്ലാം നിന്ന് വിറക്കുകയാണ്. ഈ പ്രസംഗം കേട്ട സഹാബത്ത് പ്രവാചകരോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, ഇത് വിട പറയാൻ പോകുന്ന ഒരാളുടെ വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ, അതുകൊണ്ട് താങ്കൾ ഞങ്ങൾ ഉപദേശിക്കണമെന്ന് സഹാബത്ത് അവിടുന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങളുടെ മുകളിൽ അഭിഷയായിട്ടുള്ള ഒരു അടിമ നിങ്ങളുടെ മുകളിൽ ചുമതല ഏറ്റിട്ടുണ്ടെങ്കിൽ അവനെ പോലും നിങ്ങൾ അംഗീകരിക്കണം, അനുസരിക്കണം എന്നുള്ള ഒരുപാട് ഉപദേശങ്ങൾ അവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, എനിക്ക് ശേഷം ആരാണോ ജീവിക്കുന്നത്, എനിക്ക് ശേഷം ഇവിടെ ജീവിക്കുന്ന ആളുകൾ അവർ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നതാണ്. ഞങ്ങളാണ് യഥാർത്ഥ സുന്നത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വരും, പല വിഷയത്തിലും പല അഭിപ്രായങ്ങൾ പറയുന്ന ഒരുപാട് ആളുകൾ വരും. ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് സത്യം മനസ്സിലാക്കേണ്ടത്? പ്രവാചകൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ, ഒരുപാട് വിഭാഗങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എനിക്ക് ശേഷം വരുന്ന സച്ചരിതരായിട്ടുള്ള എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാർഗവും നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതേ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഏതൊരു മാർഗത്തിലായിരുന്നുവോ അതാണ് യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത്. അത് മാത്രമാണ് യഥാർത്ഥ പാത എന്നുള്ളത്.